നമസ്കാരം പ്രിയമുള്ളവരെ, റേഷൻ കാർഡ് ഉള്ള വീടുകളിലേക്ക് നാളെ ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച മുതൽ സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ, അത് സപ്ലൈകോയിൽ നിന്നുള്ള സഹായമുണ്ട്, റേഷൻ കടകളിൽ നിന്ന് വാങ്ങേണ്ട ആനുകൂല്യങ്ങളുണ്ട്. എല്ലാ തരത്തിലും നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന 4-ൽ പരം ആനുകൂല്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം മുൻഗണനാ വിഭാഗങ്ങൾക്കും മുൻഗണനേതര വിഭാഗങ്ങൾക്കും റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിലവിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ തന്നെയാണ് ആനുകൂല്യം ലഭിക്കുക. അത് AB റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ പഴയ രീതിയിൽ 30 കിലോയോളം അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, അതുകൂടാതെ തന്നെ ആകെ ലഭ്യമാകുന്ന ഗോതമ്പിൽ നിന്നും അതിന് പകരം ആട്ട ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ. ഇനി പിങ്ക് റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ, അതായത് BPL റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് 4 കിലോ വീതം അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നിലവിൽ അതിന് പകരമായിട്ട് ആട്ട വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. AB റേഷൻ കാർഡാണെങ്കിൽ ആട്ടയ്ക്ക് 7 രൂപ കൊടുത്താൽ മതി. ഇനി BPL റേഷൻ കാർഡാണെങ്കിൽ ആട്ടയ്ക്ക് മുടക്കേണ്ടത് 9 രൂപ മാത്രമാണ്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി മുൻഗണനേതര വിഭാഗങ്ങളിൽ APL നീല റേഷൻ കാർഡുകളാണെങ്കിൽ ആളൊന്നിന് 2 കിലോ വീതം അരി കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 3 കിലോ വരെ വാങ്ങാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 10 കിലോയോളം അരിയൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. 26 രൂപ നിരക്കിലുള്ള സ്പെഷ്യൽ അരി റേഷൻ കടകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. APL വെള്ള റേഷൻ കാർഡുകൾക്കും ഇതേ രീതിയിൽ ആനുകൂല്യം വാങ്ങാം. ഇതുകൂടാതെ തന്നെ സാധാരണ അരി വിഹിതമായിട്ടുള്ള റേഷൻ അരിയും. ഇനി രണ്ടാമതായിട്ട് AB റേഷൻ കാർഡുകളുടെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഈ ആഴ്ച മുതൽ തന്നെ, തിങ്കളാഴ്ച മുതൽ തന്നെ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കും. AB റേഷൻ കാർഡുകൾക്കായിരിക്കും ഓണക്കിറ്റുകൾ ലഭിക്കുക. നമ്മളുടെ റേഷൻ കടയിൽ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനുശേഷം മാത്രം പോയി വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല മേഖലകളിലും പാക്കിംഗ് പൂർത്തിയാക്കി റേഷൻ കടകളിലേക്ക് ഇത് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ കിറ്റും റേഷൻ ആനുകൂല്യങ്ങളുമൊക്കെ ഒരുമിച്ച് വാങ്ങാൻ പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമയലാഭം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. 854 രൂപ വില വരുന്ന 16 ഇനങ്ങൾ ഉൾപ്പെടുന്ന സൗജന്യ കിറ്റായിരിക്കും റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത്. BPLനോ APL റേഷൻ കാർഡുകൾക്കോ ഇത്തരം സൗജന്യ കിറ്റുകൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ മറ്റെല്ലാ റേഷൻ കാർഡുകൾക്കും അല്ലെങ്കിൽ AB റേഷൻ കാർഡുകൾക്കുൾപ്പെടെ പ്രത്യേക കിറ്റുകൾ സപ്ലൈകോയിലും തയ്യാറായിട്ടുണ്ട്. നാളെ മുതൽ അത്തം കിറ്റുകൾ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അത്തം കിറ്റിൽ ഉൾപ്പെടുന്നത് ഏകദേശം 21 ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റാണ് അത്തം കിറ്റ്. ഈ അത്തം കിറ്റ് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി ഏകദേശം മുടക്കേണ്ടി വരുന്ന തുക 1000 രൂപയായിരിക്കും. 1280 രൂപയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും കിറ്റിൽ നമുക്ക് ലഭിക്കുകയും. അപ്പോൾ അത്തം കിറ്റ് മാത്രമല്ല സപ്ലൈകോ വഴി ലഭിക്കുക. 25 ഇനങ്ങൾ ഉൾപ്പെടുന്ന ഉത്രാടം കിറ്റുണ്ട്. അത് 1500 രൂപയുടെയാണ്. എന്നാൽ 1880 രൂപയുടെ ഉൽപ്പന്നങ്ങളുണ്ടാകും. ഇനി തിരുവോണം കിറ്റുണ്ട്. 30 ഇനങ്ങൾ ഉൾപ്പെടുന്ന തിരുവോണം കിറ്റ്. ഈ കിറ്റിൽ 2580 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടാകും. ഇതിനുവേണ്ടി നമ്മൾ മുടക്കേണ്ടി വരുന്നത് 2000 രൂപ മാത്രമായിരിക്കും. ഇനി ഇത് മാത്രമല്ല, സ്പെഷ്യൽ അരി വിഹിതങ്ങളും മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളും 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും നമുക്ക് സപ്ലൈകോ വഴി വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, സബ്സിഡി പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പോൾ സർക്കാർ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസത്തെ ആനുകൂല്യങ്ങൾ കൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ വേണ്ടി സപ്ലൈകോ വഴി സാധിക്കുന്നതായിരിക്കും. അതായത് വെളിച്ചെണ്ണയും പഞ്ചസാരയും മുളകും മല്ലിയും മറ്റ് പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും എല്ലാം വാങ്ങാൻ പോകുന്നവർ അടുത്ത മാസത്തെ കൂടി ആവശ്യമാണെങ്കിൽ നമുക്ക് മുൻകൂറായിട്ട് വാങ്ങാം. അതാത് മാസങ്ങളിൽ വാങ്ങുന്നതാണ് നമുക്ക് സൗകര്യപ്രദമെങ്കിൽ നമുക്ക് ആ രീതിയും സ്വീകരിക്കാം. അപ്പോൾ ഈ ഒരു ആനുകൂല്യം സപ്ലൈകോയിൽ ഉണ്ട് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് മാസം 13-ാം തീയതിക്ക് ശേഷം ഈ രീതിയിൽ വിതരണം ചെയ്യണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ആനുകൂല്യങ്ങൾ നാളെ മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുകയാണ്. ഇനി സ്പെഷ്യൽ അരി വിഹിതങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓണക്കാലത്ത് വിവിധ മേഖലകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ ഒരു പരിധിവരെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മേളകൾ നമ്മളെ സഹായിക്കും. പ്രത്യേക ഫെയറുകൾ നമ്മളെ സഹായിക്കും. ഓണക്കാലത്ത് സപ്ലൈകോ വഴി നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് എല്ലാം തന്നെ കോംബോ ഓഫറുകളായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വിതരണം ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.